നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ലഗ്നം മുതൽ 12 ഭാവങ്ങളിൽ ശുക്രൻ നിൽക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ അനുഭവിക്കണമെന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നവഗ്രഹങ്ങളിൽ പ്രധാനിയും വിവാഹകാരകനുമാണ് ശുക്രൻ. ഒരു രാശിയിൽ ഒരു മാസം വീതം നിൽക്കുകയും 12 രാശി സഞ്ചരിക്കുവാൻ ഒരു വർഷം എടുക്കുകയും സൂര്യനോട് എപ്പോഴും അടുത്തു സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. ഒരു ജാതകൻ്റെയോ ജാതകയുടെയോ ജാതക ഗ്രഹനിലയിലെ ശുക്രൻ്റെ അവസ്ഥ പോലെയിരിക്കും അവരുടെ വിവാഹാനന്തര ജീവിതം അനുഭവിക്കുന്നത്. ശുക്രൻ്റെ പ്രധാന ചുമതലകൾ സൗന്ദര്യം, ഭർത്താവ്, ഭാര്യ, വിവാഹം, മദനകാര്യങ്ങൾ, ലൗകിക സുഖം, ആഭരണങ്ങൾ, അലങ്കാരങ്ങൾ, ശയനസുഖം, സംഗീതം, ചിത്രകല, അഭിനയം, കാവ്യകല, പ്രണയകാര്യങ്ങൾ, ലൗകികാസക്തി, ലഹരി, പാനീയങ്ങൾ, ലൈംഗിക രോഗങ്ങൾ, കണ്ണുകളിലെ തിളക്കം, വജ്രം, ശയനമുറി, വശീകരണ ശക്തി, നൃത്തം, സംഗീതോപകരണങ്ങൾ, വാഹനസുഖം, സ്വർണം, ചന്ദനം ഇവയെല്ലാം ശുക്രൻ്റെ കാരകത്വമാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. ശുക്രൻ ലഗ്നത്തിൽ നിന്നാൽ പുരുഷനാണെങ്കിൽ വളരെയധികം സൗന്ദര്യമുള്ളവനും സ്ത്രീ ആയാൽ സുന്ദരിയുമായിരിക്കും. ചന്ദനം, കുങ്കുമം, മഞ്ഞൾ എന്നിവ ഉപയോഗിക്കുന്നവരും ആഭരണങ്ങൾ അണിഞ്ഞു നടക്കുവാൻ ഇഷ്ടപ്പെടുന്നവരും സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ എപ്പോഴും ശ്രമിക്കുന്നവരും എതിർലിംഗത്തിലുള്ളവരെ ആകർഷിക്കുവാൻ എപ്പോഴും താൽപ്പര്യം കാണിക്കുന്നവരും ധനപരമായ ഉയർച്ച സദസ്സിൽ ശോഭിക്കുകയും ശുക്രന് പാപബന്ധമോ ശുക്രന് നീചരാശി ബന്ധമോ മൗഢ്യമോ ഉണ്ടായാൽ മറ്റുള്ളവരുടെ സ്വത്തുക്കളും ഭാര്യയെയും ഭർത്താവിനെയും സ്വന്തമാക്കും. അതുകാരണം ദുഷ്പേരുണ്ടാകുകയും ചെയ്യും. ശുക്രൻ ലഗ്നാൽ 2-ൽ നിന്നാൽ സംഗീതത്തിൽ താൽപ്പര്യമുള്ളവരും സാഹിത്യത്തിൽ പ്രശസ്തിയും കീർത്തിയും നേടുന്നവനും ധനം ലാഭമുണ്ടാക്കുന്നവനും വാക്സാമർത്ഥ്യം വളരെയധികം ഉണ്ടാകുന്നവനും പരോപകാരങ്ങളിൽ താൽപ്പര്യമുള്ളവനും വിനയനും നല്ല കാഴ്ചാശക്തിയുള്ളവരും ഫലിതപ്രിയരുമായിരിക്കും. സുന്ദരിയായ സ്ത്രീയെ ഭാര്യയായി ലഭിക്കുകയും സ്ത്രീക്ക് സുന്ദരനായ ഭർത്താവിനെ ലഭിക്കും. ശുക്രന് ബലമില്ലാതെ പാപയോഗത്തിൽ നിന്നാൽ കുടുംബസമേതം നശിക്കും എന്ന് പറയുന്നുണ്ട്. കണ്ണുരോഗം, സംഭാഷണത്തിൽ വൈകല്യം എന്നിവയെല്ലാം ഉണ്ടാകാം. ലഗ്നാൽ 3-ൽ ശുക്രൻ നിന്നാൽ ധൈര്യം, ഉത്സാഹം, സഹോദരഗുണം ഇവയുണ്ടാകും. ലുപ്തനായിരിക്കും. പണം ആവശ്യത്തിന് പോലും ചെലവാക്കുകയില്ല. എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് മാത്രമേ ചെയ്യുകയുള്ളൂ. ആദ്യമെല്ലാം സഹോദരങ്ങളോട് താൽപ്പര്യക്കുറവുണ്ടാകുമെങ്കിലും പിന്നീട് സഹോദരങ്ങളോട് കൂടുതൽ താൽപ്പര്യം കാണിക്കും. ശുക്രൻ ലഗ്നാൽ 4-ൽ നിന്നാൽ വാഹനങ്ങൾ മാറി മാറി വാങ്ങുന്നവനും ഒന്നിലധികം ഗൃഹങ്ങൾ സ്വന്തമാക്കുന്നവനും ആരോഗ്യവാനും സൗന്ദര്യവതിയായ സ്ത്രീ ഭാര്യയാകുകയും സ്ത്രീക്കാണെങ്കിൽ മുകളിൽ പറഞ്ഞ ഫലങ്ങളും സൗന്ദര്യവാനായ ഭർത്താവിനെ ഉണ്ടാകുകയും നല്ല സുഹൃത്തുക്കൾ വന്നു ചേരുകയും ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുകയും എന്നാൽ 4-ലെ ശുക്രന് നീചമോ മൗഢ്യമോ പാപയോഗമോ ഉണ്ടായാൽ വാഹനങ്ങളും ഭൂമിയും വീട് സംബന്ധിച്ച കേസ്, ജപ്തി ഇവയും മാതൃദുഃഖവും വന്നു ഭവിച്ചേക്കാം. ലഗ്നാൽ 5-ൽ നിൽക്കുന്ന ശുക്രന് സന്താനസുഖം, പുത്രപ്രാപ്തി, കീർത്തി, ബഹുമാനം, സൗഖ്യം, പ്രണയചിന്തകൾ, നല്ല ബുദ്ധിയുള്ളവരും രാജ്യകാര്യങ്ങളിൽ ഇടപെടുന്നവരും മന്ത്രിയെ ഉപദേശിക്കുന്നവരും അമ്മയെയും അമ്മുമ്മമാരെയും എപ്പോഴും പരിപാലിക്കുന്നവരും പുണ്യമുള്ളവരുമായിരിക്കും. 5-ലെ ശുക്രൻ നീചനോ മൗഢ്യമോ ആണെങ്കിൽ സ്ത്രീകൾ കാരണം കേസുവഴക്കുകളും അക്രമങ്ങളും ഉണ്ടാകാം. ലഗ്നാൽ 6-ൽ ശുക്രൻ നിന്നാൽ ബന്ധുക്കളും സഹചാരികളും സഹായികളും ധാരാളം പേരുണ്ടാകും. മാതൃകുടുംബ ബന്ധുക്കളെ കൊണ്ടും പിതൃകുടുംബ ബന്ധുക്കളെ കൊണ്ടും സഹായമുണ്ടാകും. ശത്രുക്കൾ കുറയും. പലവിധ കപടവിദ്യകളും വശത്താക്കും. മായങ്ങൾ കാണിക്കും. 6-ലെ ശുക്രൻ നീചനോ മൗഢ്യമോ ആണെങ്കിൽ സ്ത്രീ കാരണം
കേസുവഴക്കുകൾ ഉണ്ടാകും. അക്രമങ്ങളും ഉണ്ടാകാം. രോഗക്ലേശങ്ങൾ അനുഭവിക്കും. ലഗ്നാൽ 7-ൽ നിൽക്കുന്ന ശുക്രന് കാമാദൈർഘ്യമുള്ളവരായിരിക്കും. ധാരാളം ധനമുണ്ടാകും. അന്യ സ്ത്രീകളെ വശീകരിച്ചും അവരുമായി പ്രണയത്തിലാകുകയും വാഹനഭാഗ്യം ഉണ്ടാകും. കളത്രനാശം, പ്രമേഹ രോഗങ്ങൾ, ധാരാളം ബന്ധുക്കളും സഹായികളും ഉണ്ടാകും. 7-ൽ ശുക്രൻ പാപയോഗത്തിലോ മൗഢ്യത്തിലോ നീചഭംഗ യോഗമില്ലാതെ നീചരാശിയിൽ നിന്നാൽ കളത്രനാശം, വിവാഹബന്ധം, പുനർവിവാഹം നടക്കും. 7-ൽ നീചഭംഗത്തോട് ശുഭഗ്രഹയോഗം ചെയ്താൽ കളത്രദേശത്ത് ധാരാളം സ്വത്തുക്കൾ സമ്പാദിക്കും. ആരാധകർ ഉണ്ടാകുകയും ഉന്നത വിവാഹബന്ധം വഴി ഉയർച്ചയുണ്ടാകുകയും ചെയ്യും. ലഗ്നാൽ 8-ലാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിൽ വളരെ സുഖങ്ങൾ അനുഭവിക്കുവാനും പരിശ്രമിക്കുന്നവരുമായിരിക്കും. സ്ഥാനമാനങ്ങൾ ലഭിക്കും. ദീർഘായുസ്സുണ്ടാകും. കളത്രത്തെ ഇഷ്ടമുള്ളവരായിരിക്കും. 8-ലെ ശുക്രൻ നീചരാശിയിലോ മൗഢ്യത്തിലോ ആണ് നിൽക്കുന്നതെങ്കിൽ സ്ത്രീകൾ കാരണമുള്ള മനസമാധാനക്കുറവുകൾ ഉണ്ടാകാം. അവിഹിത ബന്ധം പലപ്പോഴും ഇവർക്കുണ്ടാകും. ആയുസ്സിനെ ദോഷമായി ബാധിച്ചേക്കാം. ലഗ്നാൽ 9-ലാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിൽ ധർമ്മമറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരും തപസ്സിയും മതാനുഷ്ഠാനങ്ങൾ യഥാവിധി ആദരിച്ച് ചെയ്യുന്നവരും പണ്ഡിതനും അന്യർക്കും സമൂഹത്തിനും ശുഭകാര്യങ്ങൾ ചെയ്യുന്നവനും പൂർവപുണ്യനും പിതാവിന് ഗുണവും പിതാവിൻ്റെ സഹായ സഹകരണങ്ങളും സന്താനങ്ങളുടെയും കൊച്ചുമക്കളുടെയും സ്നേഹവും ബഹുമാനവും ഉണ്ടാകും. എന്നാൽ ഭാഗ്യസ്ഥാനമായ 9-ൽ നീചനായ ശുക്രൻ പാപയോഗത്തോടോ മൗഢ്യത്തിലോ നിന്നാൽ സമൂഹത്തിൽ നിന്നും പിതാവിൽ നിന്നും അകലും. ഭാഗ്യദോഷങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അനുഭവിക്കും. ലഗ്നാൽ 10-ൽ ശുക്രൻ നിന്നാൽ വളരെ പ്രാപ്തമുള്ളവരും അധികാരവും ശ്രേയസ്സും പ്രസിദ്ധിയുള്ളവരും അനേകം വാഹനങ്ങളും ഒന്നിലധികം സ്വർണ്ണക്കടകൾ അനേകം പേർക്ക് ഗുണം ചെയ്യുന്ന വ്യവസായ സ്ഥാപനങ്ങളുടെ പ്രധാനി എന്നീ ചുമതലകളിൽ അനവധി പേർക്ക് ഗുണം ചെയ്യും. എന്നാൽ 10-ലെ ശുക്രന് നീചമോ മൗഢ്യമോ ഉണ്ടെങ്കിൽ വ്യാപാരം തകർന്ന് കടം കയറുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്യേണ്ടി വരും. എപ്പോഴും വ്യവസായം ചെയ്യുന്നത് സ്വന്തമായ മേൽനോട്ടത്തിലാകണം. ലഗ്നാൽ 11-ൽ ശുക്രൻ നിന്നാൽ വിദ്വാനും വളരെ സ്വത്തുക്കളുള്ളവരും കൂടുതൽ വനിതാ ജീവനക്കാരുടെ സഹായ സഹകരണവും വാഹനഭാഗ്യം, ആഡംബര വസ്തുക്കളുടെ ക്രയവിക്രയം, അനവധി തൊഴിൽ സ്ഥാപനങ്ങൾ, സഹോദരങ്ങളെ മേൽനോട്ടം ഏൽപ്പിക്കും. 11-ൽ നീചനായ ശുക്രനോ മൗഢ്യമുള്ള ശുക്രനോ നിന്നാൽ പ്രശസ്തിക്ക് കോട്ടവും തോൽവിയും ലാഭങ്ങൾക്ക് പകരം നഷ്ടങ്ങളും ആദായ നികുതിയുടെ വെട്ടിപ്പു കാരണം കേസുകളിലും പെടാൻ ഇടയുണ്ട്. ശുക്രൻ ലഗ്നാൽ 12-ൽ നിൽക്കുമ്പോൾ നല്ല കാര്യങ്ങൾക്ക് പണം ചിലവാക്കുകയും ആശുപത്രി, ഓഡിറ്റോറിയങ്ങൾ, ക്ഷേത്രങ്ങൾ ഇവ സ്ഥാപിക്കുകയും സുഖഭോഗങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കുകയും ചെയ്യും. എന്നാൽ 12-ൽ നീചനായ ശുക്രനാണ് നിൽക്കുന്നതെങ്കിൽ ലൗകിക വിഷയങ്ങൾക്ക് പണം ചിലവഴിച്ച് ചതി പറ്റുവാൻ സാധ്യതയുണ്ട്. മരണാനന്തര കീർത്തി നേടും. ശുക്രപ്രീതിക്ക് മാസം തോറും മഹാലക്ഷ്മി ദേവിക്ക് ലക്ഷ്മി പൂജ നടത്തി പ്രാർത്ഥിക്കുക. അതുപോലെ ഗണപതി ക്ഷേത്ര ദർശനവും നവഗ്രഹങ്ങൾക്ക് നവഗ്രഹാർച്ചന നടത്തുന്നതും ഉത്തമമാകുന്നു.